പോലീസിന്റെ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയാണ്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ ആ പെണ്ണെ ഹോൾഡ് ചെയ്യുന്നത്. ഒരു ക്ലൂ അവളുടെ ഇത് കിട്ടാനില്ല. അതുപോലെ ഒരു പെങ്കൊച്ച അവള് നന്മ ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. സംഭവത്തിന്റെ കീ പോയിന്റ് പീഡനമാണല്ലോ. ഒരു പീഡനം നടന്നാൽ പോലീസിന് സംശയാസ്പദമായി ആരെ വേണമെങ്കിലും കസ്റ്റഡി എടുക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാം, കസ്റ്റഡിയിൽ വെക്കാം. അലീനയ്ക്ക് അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലെന്നേ. അവര് വെറുതെ പിടിച്ചു വെച്ചേക്കുവാ. ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ രാത്രി പകലൊന്നിനെ വിളിച്ചു വെച്ചിരിക്കും. വൈകുന്നേരം വിട്ടയച്ചിട്ട് രാവിലെ വരണമെന്ന് പറഞ്ഞാൽ വരത്തില്ലേ? പീഡന കേസ് ആയതുകൊണ്ടാണ് മൂപ്പര് എന്ത് വിചാരിക്കുന്നു ഓർത്ത്. നീ എന്നാ പറയുന്നു? നമുക്ക് ഫേവറായിട്ട് ഒന്നും ചെയ്യണ്ടെന്നേ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയക്കാൻ പറ്റത്തില്ലേ? ഒരു വാക്ക് ചോദിച്ചാൽ മതി. ഞാൻ ചോദിക്കാം പപ്പ. എന്നാ ഇപ്പൊ തന്നെ ചോദ്യം. ആ സസ്പെൻസ് അങ്ങ് തീർക്കും. അതെ അച്ഛാ, ശരിയാ. ഭയങ്കര പ്രമാദമായ കേസാ മോളെ. ഇന്ന് അറസ്റ്റ് നടന്നേ ഉള്ളൂ. നാളെ ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കും. വാർത്തയൊക്കെ ചാനലിൽ വന്നു തുടങ്ങി. നമ്മള് വേറൊന്നും ചെയ്യണ്ടച്ചാ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. വെറുതെ കസ്റ്റഡി വെച്ചേക്കുവാണെങ്കിൽ. അത് ഞാൻ അന്വേഷിക്കാം. ഒരു കാര്യമില്ലാതെ പോലീസ് അങ്ങനെ കസ്റ്റഡി വെക്കാറില്ല. ഇതൊരു പെൺകുട്ടിയല്ലേ അച്ഛാ, ഓർഫനാണ്. ആരുമില്ല ഉത്തരവാദിത്വത്തോടെ ചോദിക്കാൻ. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഇങ്ങനെ കസ്റ്റഡി വെക്കോ? അതും നിരപരാധിയായ ഒരു പെൺകുട്ടി. നിരപരാധിയാണോന്ന് നമുക്കറിയില്ലല്ലോ. അച്ഛനൊന്ന് ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ആ കുട്ടിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ എറണാകുളത്ത് ഒരു ഫാമിലി ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഞാൻ നിന്നെ വിളിച്ചോളാം മോളെ. ഓക്കെ ഓക്കെ അച്ഛാ. സാർ തനി വന്നേ. ആ പെണ്ണെന്താ പറയുന്നത്? പരാതി തരാൻ തയ്യാറല്ലെന്ന്. അതിന്റെ കാരണം പറയടോ. സാറേ, ആ സംഭവം കഴിഞ്ഞിട്ട് മാസങ്ങളായെന്ന് പറയും. ഇവിടെ പീഡന കേസിൽ മാസം വർഷം പ്രശ്നമില്ലെന്ന് അവളോട് പറഞ്ഞില്ലേ? എപ്പോ പരാതിപ്പെട്ടാലും അതിന് നിയമപരീക്ഷയുണ്ട്. സാർ, പരാതിയിൽ ഒപ്പിടില്ലെന്നാ പറയുന്നത്. നമുക്ക് അടിച്ചൊപ്പിടിക്കാൻ വകുപ്പില്ലല്ലോ സാർ. ഏത് വിധത്തിലായാലും നമുക്ക് അവളുടെ പരാതി കിട്ടണം. ഇപ്പോഴത്തെ കേസിന് ഡബിൾ സ്ട്രെങ്ത് കിട്ടാൻ അത് കൂടിയേ തീരും. മുൻപും അവർ മയക്കുമരുന്ന് നൽകി പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിച്ചാൽ ഈ ജന്മത്തെ അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. മിനിമം ഒരു 10 വർഷത്തെ ശിക്ഷയെങ്കിലും കിട്ടും. അവൾക്ക് അവരോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നുന്നു. വേറൊന്നുമല്ല കാരണം ബാലചന്ദ്ര മേനോൻ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് അവൾക്ക്. ഈ മകനെതിരെ പരാതി കൊടുത്താ അയാൾക്കത് ഇഷ്ടപ്പെടില്ല നമുക്കറിയാം. പിന്നെ അവളും അയാളും തമ്മിൽ എന്തെങ്കിലും രഹസ്യ അജണ്ടയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. പീഡിപ്പിച്ചാൽ പേടിക്കുന്നവളല്ല സാറേ. നമ്മുടെ കീർത്തി ശരിക്കൊന്ന് വരട്ടി നോക്കിയതാ. പക്ഷെ അവൾക്ക് ഒരു മാറ്റവും. അവളെ വിട്ടയക്കണ്ട. അവള് സ്റ്റേഷനിൽ ഇരുന്നോട്ടെ. കുറെ കഴിയുമ്പം അവൾക്ക് മനസ്സിലായിക്കോളും. പരാതി എന്നിട്ട് സ്ഥലം എടുത്ത് നല്ലതെന്ന്. തന്നെ പരാതി കിട്ടിയ ഉടനെ വിട്ടേക്കാന്ന് പറഞ്ഞു. സാറേ, എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. വലിയ മസലെടുത്താണെങ്കിൽ ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കട്ടോ. ഒരു 12 മണി കഴിയുമ്പോ ജീപ്പിലോട്ട് ഒരു തെളിവെടുപ്പിനുണ്ടോ? സാർ, ഈ തെളിവെടുപ്പിന് മറ്റവന്മാര് കൂട്ടബലാത്സംഗം നടത്തിയ വീട്ടിലേക്ക് അവിടേക്ക് ഇവിടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ച് ചോദ്യം ചെയ്യാടോ. നിന്നെ ഇതിനു മുമ്പ് മറ്റവന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ? റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം. സാർ, അത്രയും വേണോ? കീർത്തിയോ സ്നേഹയോ ആരെങ്കിലൊക്കെ കൂടെ പറട്ടെ. വനിതാ പോലീസിൽ നിന്നുള്ള പരാതി വേണ്ട. അവളെ കൊണ്ട് കംപ്ലീറ്റ് എഴുതി ഒപ്പിടിച്ചിട്ട് അല്ലാതെ വിടുന്ന പ്രശ്നമില്ലടോ. ഞാൻ ഈ യൂണിഫോം കൊണ്ട് നടക്കാൻ തുടങ്ങിട്ടെ വർഷം കുറയായി. ഇത്ര അടമന്റായ ഒരു പെണ്ണിന് മുമ്പിൽ നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾ നാളെ മീഡിയക്കാരോട് പരാതിപ്പെട്ടാൽ പഴയ കാലമല്ല, സോഷ്യൽ മീഡിയ വഴി എല്ലാം പെട്ടെന്ന് പരക്കും. അവൾ എന്തു പറഞ്ഞ് പരാതിപ്പെടും? നമ്മൾ അവളെ പീഡിപ്പിക്കാൻ കൊണ്ടുപോകല്ല. ഒരു ക്രൈം അവൾ മറച്ചു വെച്ചു. പ്രതികളെ രക്ഷിക്കാൻ മനഃപൂർവ്വം കൂട്ടുവന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്രൈം സംഭവിച്ചത്. നമുക്ക് പറയാൻ ന്യായം ഉണ്ടോ? സാറിന്റെ ഇഷ്ടം പോലെ. പിന്നെ ഞാനിരിക്കുന്ന സ്റ്റേഷനിൽ എന്റെ ഇഷ്ടമല്ലാതെ തന്റെ ഇഷ്ടമാണോ നടപ്പാക്കേണ്ടത്? താൻ ചെല്ല്. എന്നിട്ട് അവളോട് മര്യാദ ഭാഷയിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. ചെല്ലടോ. നീ വന്നോ? നിന്നോട് ആര് പറഞ്ഞു വരാൻ? ചേട്ടൻ ഏതപ്പം വന്ന് ഹോസ്പിറ്റലിൽ കിടന്നാലും നീ മാത്രമേ ഉള്ളൂ നോക്കാൻ. ഞാൻ പോരെ. വകുപ്പും ന്യായമൊക്കെ പറയാൻ 100 പേരുണ്ട്. ഒരു വയ്യായി വരുമ്പോ താങ്ങാൻ 1-2 പേര് മാത്രം. ഞാനുണ്ടല്ലോ ബാലേട്ട. അങ്ങനെ വിചാരിക്കേ. അലീന എവിടെ പോയി? അവളെന്താ വരാത്തെ? സ്റ്റേഡിയമ വരാന്ന് പറഞ്ഞ് പോയതാണല്ലോ. ബാലേട്ട, ഉള്ള സത്യം പറയാലോ. അലീനയെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതാ. ഇതുവരെ വിട്ടിട്ടില്ല. പോലീസ് പിടിച്ചോണ്ട് പോയത്? എങ്ങോട്ട് കൊണ്ടുപോയി? പോലീസ് സ്റ്റേഷനിലോട്ടാണെന്ന് ചേട്ടൻ പറഞ്ഞത്. ഗോവർദ്ധനക്കാരി എന്നോട് പറഞ്ഞില്ലല്ലോ. ബാലേട്ടനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാവും പറയാത്തത്. അല്ല, അലീന എന്തിനാ പോലീസ് ചോദ്യം ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. രോഹിയുടെ കാര്യം എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. അതിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. വീട്ടിൽ വന്ന് ചോദിച്ചാൽ പോരെ? അവളൊരു വീട്ടിലെ പെൺകുട്ടിയല്ലേ? ഒളിച്ചു നടക്കുന്ന ക്രിമിനലൊന്നും അല്ലല്ലോ. ചോദ്യം ചെയ്ത് കഴിയുമ്പോ വിട്ടേക്കും. ഇത് എന്തൊരു അനീതിയായി നടക്കും. അതും ഞാൻ ഈ അവസ്ഥ കിടക്കുമ്പോ എവിടെന്ന് മനസാക്ഷിയിൽ അവന്റെ മകളെ പിടിച്ചോണ്ട് പോവോ? ഒരു തെറ്റും ചെയ്യാതെ. സാർ ഇങ്ങനെ കോപിക്കരുത്. റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ കിടത്തിയിരിക്കുന്നത്. ഞാനിവിടെ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോ അവൻ കളിക്കുക. അവന്റെ പോലീസ് തന്നെയാണോ തെണ്ടി? സർ പ്ലീസ് സർ, നിങ്ങളോട് ആര് പറഞ്ഞു ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ? ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് അറിയാവുന്നല്ലേ? നിങ്ങളുടെ ബ്രദർ അല്ലേ? അവന് മനസ്സിലായി. ചോദിക്കാനും പറയാനും ആളില്ലെന്ന്. നിന്റെ ഫോണിങ്ങനെ വേണ്ട ബാലേട്ട, അതൊക്കെ ചേട്ടൻ നോക്കിക്കോളും. ബാലേട്ടൻ അവിടെ അടങ്ങി കിടക്കും. എടി, ഇതിന്റെ ഫോണിൽ എടുക്ക്. ഇതിന്റെ ലോക്ക് എടുത്ത്. ഹലോ, ഇത് അലീനയുടെ ഫോൺ. അയ്യോ അച്ഛനാണോ? ഞാൻ നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് ഒന്ന് എടുത്തായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? ആ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അലീനയുടെ കയ്യിൽ ഫോണില്ലേ? ഇല്ല അച്ഛാ. എന്തുകൊണ്ടില്ല? പറ. നിങ്ങൾ രണ്ടുപേരുടെ ഫോൺ വെച്ച് മാറിയോ? അലീന ചേച്ചിയെ പോലീസ് കൊണ്ടുപോയി അച്ഛാ, ചോദ്യം ചെയ്യാൻ. അലീനെ പോലീസ് കൊണ്ടുപോയെങ്കിൽ ആ വിവരം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിക്കാൻ അച്ഛൻ്റെ ഫോണില്ലല്ലോ. ഫോൺ വേണോ അറിയിക്കാൻ? ഇവിടെ ഒന്നും പറയാറുന്നില്ലേ? അവിടുന്ന് അരമണിക്കൂർ വേണല്ലോ ഇവിടെ എത്താൻ. അത് അച്ഛന് വയ്യാതിരിക്കുന്നോണ്ടാ അറിയിക്കാത്തത്. ഓ, എനിക്ക് വയ്യെങ്കിൽ പിന്നെ അവിടെ ആരെങ്കിലും ചത്തുപോയാലും എന്നെ അറിയിക്കണ്ട അല്ലേ? അച്ഛൻ ദേഷ്യപ്പെടാതെ. അലീന ചേച്ചി പറഞ്ഞായിരുന്നു അച്ഛനെ അറിയിക്കരുതെന്ന്. എല്ലാരും കൊള്ളാം. ഫോൺ വെച്ചേക്ക്. ഏട്ടാ സാർ, എന്തായി കാണിക്കുന്നേ? ഏട്ടാ എഴുന്നേറ്റ് എങ്ങോട്ട് വിടാൻ പോവാ? വേണ്ട സാർ,
ഒന്ന് കിടക്ക്. മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പുള്ളിക്കാരന്റെ സിസ്റ്റർ ബൈസ്റ്റാൻഡർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. സുലോചനയാണോ? ആ ചേച്ചി ഒരു കാര്യം പറഞ്ഞപ്പോ സാറ് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. എന്ത് കാര്യമാ പറഞ്ഞേ? അലീന എന്ന പേരുള്ള ആ പെങ്കൊച്ചിനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. അലീനെ പോലീസ് പിടിച്ചോ? അങ്ങനെ ആ ചേച്ചി പറഞ്ഞു. എപ്പോഴാ പിടിച്ചോണ്ട് പോയെ? അത് പറഞ്ഞത് കേട്ടില്ല. ചോദിക്കാൻ മേലായിരുന്നോ? ഞങ്ങളുടെ ജോലി അല്ലല്ലോ അത്. ഇപ്പൊ ലോകകപ്പിലായിരിക്കും. എന്തിനാ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞോ? ഇല്ല. ഒരു ഉപകാരം ചെയ്യോ? ആ സുലോചനയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ? ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാം മാഡം. ശരി. മാഡത്തിന്റെ മോളാണെന്ന് പറഞ്ഞ പെണ്ണല്ലേ അലീന? എന്റെ മകളൊന്നുമല്ല, വേറെ ഏതോ പിഴച്ചവളാ അവളെ തള്ള. സാറിന്റെ മകളാണോ? അതൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതല്ലേ. എന്തായാലും അവളെ പോലീസ് കൊണ്ടുപോയല്ലോ, അത്രയാ ആശ്വാസം. അതിനിത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? അതൊരു പാവം പെണ്ണല്ലേ. വയറ്റത്ത് കത്രിക കൊണ്ട് കയറിയിട്ട് ഈ ഹോസ്പിറ്റൽ അല്ലായിരുന്നോ തുന്നിക്കെട്ടിയതും ചികിത്സിച്ചതും? അവളുടെ കയ്യിലിരിപ്പേ ഒട്ടും ശരിയല്ല, അതിനുള്ള ശിക്ഷയാ. അപ്പം മാഡം 2 കൈയും കാലും ഒടിഞ്ഞ് ഇവിടെ കിടക്കുന്നതോ അത് ശിക്ഷയാണോ? ചേച്ചി, നീ ഇവിടെ ഉണ്ടായിട്ടാണോ എന്റെ അടുത്തോട്ടൊന്ന് വരാതിരുന്നത്? അത്രയ്ക്കും കൈപ്പായോ എന്നെ കൊണ്ട്? ഞാൻ ബാലേട്ടന്റെ അടുത്ത് വന്നതാ. ബാലേട്ടനല്ലേ ആരും ഇല്ലാത്തത്. ചേച്ചിക്ക് ആങ്ങളമാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ടല്ലോ. എനിക്കുള്ളതും ബാലേന്ദ്രൻ ഇല്ലാത്തതും ഒക്കെ കണക്കാ. അലീനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് കേട്ടല്ലോ, നേരാന്നോടി? പോലീസ് കസ്റ്റഡിയിലായിപ്പോ. ചോദ്യം ചെയ്യാൻ വിളിച്ചതായിരിക്കും. അതേന്നാ ചേട്ടൻ പറഞ്ഞത്. നന്നായി. അവൾക്ക് അഹങ്കാരം കുറച്ചൊന്നും അല്ലായിരുന്നു. നന്നായെന്നോ? ചേച്ചിയുടെ മോൻ അവളെ മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് പോലീസിലെ പരാതിപ്പെട്ടില്ലെന്ന് ചോദിക്കാൻ വേണ്ടിയാ അലീനെ വിളിച്ചോണ്ട് പോയത്. ചേച്ചിയുടെ മോനെതിരെ പോലീസ് അവളെ കൊണ്ട് നിർബന്ധിച്ച് പരാതി വാങ്ങിപ്പിക്കും. രോഹിത്തിന്റെ കേസ് ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയാ. അതാണോ നന്നായെന്ന് പറഞ്ഞ്? ചേച്ചിയുടെ മോൻ അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോ അവള് തന്നെ കത്രിക എടുത്ത് സ്വന്തം വയറ്റിൽ കുത്തിക്കയറ്റിയെന്നും പറഞ്ഞ് കംപ്ലൈന്റ് തയ്യാറാക്കി അലീനെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി നിൽക്കുവോ പോലീസ്. ഒപ്പിടാൻ അലീനെ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ചേച്ചിയുടെ ഈ സന്തോഷം കണ്ട അവള് ചിലപ്പോ ഒപ്പിടും. നീ എന്നതിന് അതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നേ? ചേച്ചി ആദ്യം +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ച് കൂട്ട ബലാത്സംഗം നടത്തിയ മകനെയും ആങ്ങളുടെ മകനെയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്ക്. എന്നിട്ട് മതി അലീനയെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നത്. ഇവിടെ ആരും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? മാഡം പറഞ്ഞിട്ടല്ലേ. ഇവിടെ ഇത്ര വിഷമാണെന്ന് ആരറിഞ്ഞു? സ്നേഹ, സർ. ഈ ഇരിക്കുന്നവളെ മുകളിലോട്ട് കൊണ്ടുപോവാ. സാറേ, ഇവിടെ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. പരാതി തരാൻ നമ്മൾ സമ്മതിച്ചോ? ഇല്ലല്ലോ. ഒരു വലിയ ക്രൈം നടന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്ന നിലപാട് ശരിയല്ലല്ലോ. മറയ്ക്കാൻ കൂട്ടു നിൽക്കുന്നവരും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. ഇവിടെ മുകളിലേക്ക് ഓടിക്കൊണ്ടോ? ശരി സർ. പണിക്കർ സാർ ഒന്ന് തീരുമാനിച്ചാ അത് നടത്തിയായിരുന്നു. നിനക്ക് ആ പരാതി ഒപ്പിട്ട് കൊടുത്താൽ എന്താ കുഴപ്പം? എനിക്ക് പരാതി ഇല്ലല്ലോ. അന്ന് ഞാൻ പരാതി കൊടുത്തില്ല. പിന്നെ എന്തിനാ ഇന്ന് കൊടുക്കുന്നത്? നീ ആ ലോക്കപ്പിൽ കിടക്കുന്ന റേപ്പിസ്റ്റുകൾക്ക് സപ്പോർട്ടാണോ? ഞാൻ അവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. നിന്നോട് അവർ ചെയ്തത് കുറ്റമല്ലേ? എന്നോട് ചെയ്ത കുറ്റം ഞാൻ അവരോട് ക്ഷമിച്ചു. മനുഷ്യരുടെ കുറ്റങ്ങൾ ക്ഷമിക്കാൻ നീ ആര്? ദൈവോ? ദൈവങ്ങളും മതങ്ങളും മഹാന്മാരും പുരോഹിതന്മാരും എല്ലാവരും ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ലല്ലോ കൊച്ചെ. തന്റെ ഇടമൊക്കെ നല്ലതാ, പക്ഷേ വേണ്ട സ്ഥലത്ത് ആളും തരം നോക്കി വേണം അത് കാണിക്കാൻ. പണിക്കർ സാറ് മുകളിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലേ നീ ഒപ്പിട്ടിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. ഞാൻ വരാം. എങ്ങോട്ടാ വരേണ്ടത്? എന്തായാലും ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണല്ലോ. പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോയി പീഡിപ്പിക്കുന്ന അധോലോക കേന്ദ്രമൊന്നും അല്ലല്ലോ. അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? മാഡത്തിന്റെ സംസാരം കേട്ടിട്ടെ എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെ തോന്നി. ഭീഷണിപ്പെടുത്ത നീ എന്ത് ചെയ്യോടി? നീ ആരാടി? ഞാൻ ആരാണെന്ന് നാളെ ഞാൻ കാണിച്ചു തരാം. ഒന്നുകിൽ നിങ്ങൾ എന്നെ കോടതിയിൽ ഹാജരാക്കുമല്ലോ, അപ്പൊ ഞാൻ കോടതിയിൽ പറഞ്ഞോളാം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കിട്ടിയത് എന്താണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടയക്കണമല്ലോ, അപ്പൊ ഞാൻ മീഡിയക്കാരോട് പറഞ്ഞോളാം എന്നോട് എങ്ങനെയാ പെരുമാറിയതെന്ന്. നിങ്ങളുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നിങ്ങളുടെ ചോദ്യം ചെയ്യൽ നടക്കട്ടെ. ആദ്യം എങ്ങോട്ടാ വരേണ്ട? മോളിലോട്ട് വാ. വന്നതുപോലെ തന്നെ നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന അനുസരിച്ചു. ഇല്ല സർ. ഇവിടെ രാത്രി സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടെ ഒരു പരാതി എഴുതി തന്നാ താൻ കുസും. ഇദ്ദേഹം എന്റെ ശരീരത്തിലോട്ടുള്ള തുറച്ചു നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു സർ പീഡനം.